ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ കനത്ത തോൽവി വഴങ്ങിയിരിക്കുകയാണ്. മഴ മൂലം 26 ഓവറുകളാക്കി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ വിജയിച്ചത്. വളരെ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. 26 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസാണ് എടുത്തത്. ഓപ്പണറായ രോഹിത് ശർമ്മയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യം പുറത്തായത്. 8 റൺസ് എടുത്ത രോഹിത് മടങ്ങിയപ്പോൾ ശുഭൻ ഗിൽ എടുത്തത് 10 റൺസ്. വിരാട് കോഹ്ലി ഡക്കായി മടങ്ങിയപ്പോൾ ശ്രേയസ് അയ്യർ 11 റൺസും എടുത്ത് പുറത്തായി. പിന്നീട് വന്ന അക്സർ പട്ടേലും KL രാഹുലും കുറച്ചു നേരം പിടിച്ചു നിന്നു. 31 റൺസ് അക്സർ പട്ടേൽ എടുത്തപ്പോൾ രാഹുൽ എടുത്തത് 38 റൺസ്. വാഷിംഗ്ടൺ സുന്ദർ 10 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ അവസാന ഓവറുകളിൽ നിതീഷ് കുമാർ റെഡ്ഡി ഒരു ചെറിയ വെടിക്കെട്ട് നടത്തി. 11 പന്തിൽ 19 റൺസ് എടുത്ത് നിതീഷ് കുമാർ പുറത്താകാതെ നിന്നു. ഹർഷിത് റാണ ഒരു റണ്ണോടെ മടങ്ങിയപ്പോൾ അർഷ്ദീപ് സിംഗ് റണ്ണൊന്നും എടുക്കാതെ മടങ്ങി. മുഹമ്മദ് സിറാജ് റണ്ണൊന്നും എടുക്കാതെ പുറത്താകാതെ നിന്നു. മാത്യു കുനേമാനും മിച്ചൽ ഓവനും ഹേസൽവുഡും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ മിച്ചൽ സ്റ്റാർക്കും നദാൻ എല്ലിസും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ ഇന്ത്യ 26 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് എടുത്തു. തുടർന്ന് ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം 131 ആക്കി മാറ്റിയിരുന്നു. തുടക്കം തന്നെ അവർക്ക് വെടിക്കെട്ടുകാരനായ ട്രാവിസ് ഹെഡിനെ നഷ്ടമായി. 8 റൺസാണ് അദ്ദേഹം എടുത്തത്. തുടർന്ന് മാറ്റ് ഷോട്ടും 8 റൺസിന് പുറത്തായപ്പോൾ മിച്ചൽ മാർഷും ജോഷ് ഫിലിപ്പും പിടിച്ചു നിന്നു. മാർഷ് 46 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ജോഷ് ഫിലിപ്പ് 37 റൺസ് എടുത്തു. മാറ്റ് റൺഷോ 21 റൺസോടെ പുറത്താകാതെ നിന്നു. 21.1 ഓവറിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 131 റൺസ് എടുത്തു. അർഷ്ദീപ് സിംഗും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമാണ് ഇന്ത്യക്ക് വേണ്ടി ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തിയത്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം രോക്കോ സഖ്യത്തിന്റെ മടങ്ങിവരവ് ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ കനത്ത തോൽവിയും നേരിടേണ്ടി വന്നിരിക്കുന്നു.